കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ദീർഘകാലം മന്ത്രിയും എം.എൽ.എയുമായിരുന്ന ഒരാൾ ആ പിതാവിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന വീടടക്കമുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും തൊട്ടപ്പുറത്ത് അതിന് സാക്ഷിയായി അന്തിയുറങ്ങുന്ന മഹാനായ ആ പിതാവിൻ്റെ കബറിടവും സാക്ഷിയാക്കി ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഈ പദവികളെല്ലാം അലങ്കരിച്ചു പോയ ഒരു പിതാവിന് ശേഷം മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആയില്ലെങ്കിലും മന്ത്രിയും എം.എൽ.എയും ഒക്കെയായി നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതാവസാനത്തിലെ കണക്ക് പുസ്തകങ്ങളിൽ ബാക്കിയാകുന്ന കടബാധ്യതയുടെ ജപ്തിയുടെ കഥകളാണ് പറയുന്നത്. C.H. മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകൻ ഡോക്ടർ M.K. മുനീറിൻ്റെ പത്രസമ്മേളനമാണ്. ഡോക്ടർ M.K. മുനീർ ആ MBBS കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഒരുപക്ഷെ PGയോ സ്പെഷ്യലൈസേഷനോ എടുത്തിരുന്നെങ്കിൽ മരുന്നെഴുതിയതിലൂടെയും മരുന്ന് വിറ്റതിലൂടെയും പരിശോധനകളിലൂടെയും ഒക്കെ പലശതം കോടികളുടെ ഉടമയായി വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സമുച്ചയം തന്നെ തീർത്ത് അതിൻ്റെ CEO ഒക്കെയായി 3-4 തലമുറകൾക്കുള്ളത് സമ്പാദിക്കാമെന്നിരിക്കെ താൻ കിടക്കുന്ന തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ആ വീടടക്കമുള്ളവ ബാങ്ക് ജപ്തി ചെയ്യുന്നതിൻ്റെ തുകയുടെ കണക്കുകൾ അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ല. പാർട്ടി എങ്ങനെ ആ ഉത്തരവാദിത്വം ഏൽക്കും? അങ്ങനെ പാർട്ടി ഉത്തരവാദിത്വം ഏറ്റാൽ എത്രയോ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇത് എൻ്റെ കടമാണ്, എൻ്റെ ബാധ്യതയാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പഴയ പാഠങ്ങൾ അറിയാവുന്ന ഒത്തിരി പേർ അങ്ങനെ അത് മുനീറിൻ്റേത് മാത്രമല്ല, അത് CHൻ്റേതാകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടേതുമാണെന്ന് വിശ്വസിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. C.H. മുഹമ്മദ് കോയയെ C ക്രിസ്ത്യാനിയെന്നും H ഹിന്ദുവെന്നും മുഹമ്മദിൻ്റെ M മുസ്ലിമെന്നും ചേർത്ത് വിളിച്ച് എല്ലാ സമൂഹത്തിൻ്റേതുമാണ് C.H. മുഹമ്മദ് കോയ എന്ന് പറഞ്ഞത് NSSൻ്റെ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ അവറുകളാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്തെന്ന് വെച്ചാൽ കേരള സമൂഹത്തിൽ അത്രമേൽ മതേതര ഭാവത്തോടെ മനുഷ്യസ്നേഹത്തോടെ സ്വന്തം സമുദായത്തെ കൂടുതൽ വേണ്ട ന്യായങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ കൂടുതലോളം തന്നെ കുറവുള്ളവർക്കെല്ലാം നൽകി കടന്നുപോയ ഒരു മഹാനായ മനുഷ്യനായിരുന്നു C.H. മുഹമ്മദ് കോയ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കോളർഷിപ്പ് ഏറ്റെടുത്തപ്പോൾ പെൺകുട്ടികളെ പഠിക്കാൻ തന്നെ വിടേണ്ടതില്ല, പുരയ്ക്കകത്ത് നിൽക്കേണ്ടവളാണെന്ന് പറഞ്ഞ തീട്ടൂരവും മാമൂലുകളും ഒക്കെ വലിച്ചെറിഞ്ഞാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി അന്ന് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് പട്ടിണി മാറ്റാനെങ്കിലും പ്രയാസപ്പെടുന്നവർ പെൺമക്കളെ സ്കൂളിൽ അയക്കട്ടെ എന്ന് തീരുമാനിച്ചത്. അങ്ങനെ അയച്ചപ്പോൾ തൻ്റെ സമുദായത്തെ മാത്രമല്ല 30 വിഭാഗത്തെയാണ് അയച്ചത്. അതിൽ 27 വിഭാഗവും ഹൈന്ദവ സമൂഹത്തിൽ നിന്നാണ്, 2 വിഭാഗം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, 1 മാപ്പിള എന്ന് പറയുന്ന തൻ്റെ സമൂഹത്തിൽ നിന്ന്. എന്നുവെച്ചാൽ എല്ലാ മതങ്ങളിൽപ്പെട്ട മനുഷ്യരുടെയും പിന്നോക്കാവസ്ഥ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായി, ആഭ്യന്തര വകുപ്പ് ഭരിച്ചു, പല വകുപ്പുകളും ഭരിച്ചു. ഒരു മനുഷ്യനോട് പോലും അനീതി കാണിച്ചാൽ കലവറയില്ലാതെ നീതിയോടൊപ്പം നിൽക്കണമെന്ന് കാണിച്ചതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്ന എൻ്റെ നാട്ടിലെ ഒരു ലത്തീഫ് സാറിന് സംഗീതം പഠിച്ച് സംഗീത അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് വിരമിക്കാനായത്. ആ കഥ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എത്രയോ സംഭവങ്ങൾ CHൻ്റെ പേരിലുണ്ട്. C.H. മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം തൻ്റെ പദവിയെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ നിന്ന് പരുമുന്നത് കണ്ട് ടാക്സിക്ക് കാശില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഒരു അറപ്പോടുകൂടി അല്ലെങ്കിൽ അതിനൊരു മറുപടി പറയാൻ പ്രയാസപ്പെട്ട് നിന്നപ്പോൾ അതിന് ക്രമീകരണം ഉണ്ടാക്കി കൊടുത്ത ആളിൻ്റെ മകൻ ഇന്ന് ചവറയിൽ സ്ഥാനാർത്ഥിയാണ്. സാക്ഷാൽ ബേബി ജോണാണ് ആ വിഷയം പരാമർശിച്ചത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലെ ഒരു വരേണ്യവർഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലുള്ളവരെ സാധാരണക്കാരുമായി ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു പാലമായിരുന്നു C.H. മുഹമ്മദ് കോയ. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളാണ് ലീഗിനെ എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് മധുര മനോഹരമായ ഒരു നർമ്മവും കർമ്മവും അതോടൊപ്പം തന്നെ
കാമ്പുമൊക്കെ നിറയുന്ന വാക്കുകളിലൂടെ നിറച്ചു നിർത്തിയത്. ആ നിറച്ചു നിർത്തിയത് ഇന്നൊരു ജനറ്റിക് റീഇൻഫോഴ്സ്മെൻറ്റ് പോലെ തലമുറകൾ മാറി ഇന്നും ലീഗിലത് അവശേഷിക്കുന്നുണ്ട്. CH മുഹമ്മദ് കോയ എന്ന മനുഷ്യൻ അങ്ങ് ഹൈദരാബാദിൽ മരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് കടത്തിലായിരുന്നു. ആ കടത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? ചന്ദ്രിക പത്രാധിപരായിരുന്ന അദ്ദേഹം ചന്ദ്രികയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വീട് പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു. ആരോടും അദ്ദേഹം പറഞ്ഞില്ല, അത് വെച്ചാരോടും വിലപേശിയില്ല, അത് വെച്ചാരോടും കൈനീട്ടിയില്ല, ചോദിച്ചില്ല. തൻ്റെ ബാധ്യതയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം അത് നിർവഹിച്ചത്. പിന്നീട് മരണപ്പെട്ടതിന് ശേഷം സീതി സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അതെല്ലാം വീണ്ടെടുത്ത് കടബാധ്യതകൾ തീർത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ ബന്ധപ്പെട്ട് അതിൽ നിന്ന് മോചിപ്പിച്ചത്. അന്ന് ബാംഗ്ലൂരിലെ MBBS വിദ്യാർത്ഥിയാണ് MK മുനീർ. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ചു എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പഠന സഹായങ്ങളും കരുണാകരൻ അടക്കമുള്ളവർ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. ഒരു ശബ്ദവും ഒരു കോണിൽ നിന്നും ഉയരാതിരുന്നത് ഈ പറഞ്ഞ CH എന്ന് പറയുന്ന മനുഷ്യനോട് തുല്യനായ മറ്റൊരാൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന എല്ലാ മനുഷ്യരുടെയും ബോധ്യമായിരുന്നു അത്. അന്ന് MBBS പാസ്സായി ഇറങ്ങിയ ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ആയിരുന്നെങ്കിൽ ഇന്നുള്ള പലരുമൊക്കെ പിന്നെ എത്രയോ കഴിഞ്ഞാണ് മഹാകോടീശ്വരന്മാരായത്. പക്ഷേ അദ്ദേഹം തൻ്റെ പിതാവ് മത്സരിച്ച കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്ന് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് MLA ആയി. പിന്നീട് ഐതിഹാസികമായ കേരളയാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു വരുമ്പോൾ കേരളം മുഴുവൻ റോഡിൽ വഴിയോരങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ആളുകൾ കാത്തുനിന്നത് ലീഗ് നേതാവ് ഡോക്ടർ MK മുനീറിനെ കാണാനായിരുന്നില്ല, മറിച്ച് CHൻ്റെ പുന്നാരമോനെ കാണാനായിരുന്നു. ഡോക്ടറായ CHൻ്റെ പുന്നാരമോനെ. യഥാർത്ഥത്തിൽ ആ കാഴ്ച ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് തെക്കൻ കേരളത്തിലടക്കം, വടക്കൻ കേരളത്തിൽ പണ്ടേയുണ്ട് എങ്കിലും തെക്കൻ കേരളത്തിലെ പൊതുസമൂഹം അടക്കം, ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയാണ്, ഞാൻ ഓർക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി നിന്ന് ഈ MK മുനീറിനെ, CHൻ്റെ മകൻ വരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത, വീഡിയോകളില്ലാത്ത കാലത്ത് പത്രം നോക്കി കാത്തിരുന്ന് കണ്ട ആ നടത്തം ഇന്ന് അദ്ദേഹത്തിന് 2 പേർ ചേർന്ന് പിടിച്ച് കസേരയിൽ കൊണ്ടിരുത്തുമ്പോൾ അത് കാണാനായി ഞാനന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ആ പഴയ ഡോക്ടർ MK മുനീറിനെയാണ്. അദ്ദേഹം പിന്നീട് MLA ആയി, മന്ത്രിയായി. MLA ആയ കഥയൊക്കെ പറയുമ്പോൾ ഏറ്റവും സുഖസമൃദ്ധമായ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു വെല്ലുവിളിയുമില്ലാതെ വിജയിച്ചൊരാളായിരുന്നില്ല ഡോക്ടർ MK മുനീർ. അദ്ദേഹം ലീഗിന് മത്സരിച്ച് ജയിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോയി മുനീർ എത്തുന്നു എന്ന് പറയുമ്പോഴേക്കും ലീഗിൻ്റെ പുയ്യാപ്പിള എത്തുന്നു, പുയ്യാപ്പിളയുടെ മകനെത്തുന്നു എന്ന തരത്തിലാണ് അണികൾ കണ്ടത്. കാരണം CH അന്നും ഇന്നും എന്നും ലീഗിലെ ഒരു തലമുറയ്ക്ക് പുയ്യാപ്പിളയായിരുന്നു. അങ്ങനെ ലീഗിന് വേണ്ടി ആ സീറ്റുകളൊക്കെ നേടി MLA ആയി, പിന്നീട് മന്ത്രിയായി ഒക്കെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. അദ്ദേഹം വെറുമൊരു ഡോക്ടറായി അവസാനിപ്പിക്കുന്നതിന് പകരം ആ പിതാവിൻ്റെ തന്നെ പാരമ്പര്യത്തിൻ്റെ ആ കണികകൾ നിലനിർത്തിക്കൊണ്ട് സംഗീതം പഠിച്ചു, സാഹിത്യം പഠിച്ചു, അതൊക്കെ എഴുതി LLB എടുത്തു, പുസ്തകരചന, പാട്ടുകൾ, സംഗീതാസ്വാദനം എന്നു വേണ്ട ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ എല്ലാ ഭാവങ്ങളോടെയും ലീഗിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ഡോക്ടർ MK മുനീർ എന്ന് പറയുന്നതിന് മറ്റൊരു പേരും മറ്റൊരു പദവും തുല്യം വെക്കാനില്ലാത്തവണ്ണം നിറഞ്ഞു നിന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പം അവസാനം അദ്ദേഹം ഈ ഓർമ്മയില്ലാതായി അത്യാസന്ന നിലയിലായപ്പോൾ പ്രാർത്ഥിച്ചത് ജാതിമതത്തിനപ്പുറത്ത് കേരളം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് മടങ്ങി വരട്ടെ ഡോക്ടർ MK മുനീർ എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രമേൽ നല്ല മനുഷ്യനാണ് അദ്ദേഹം. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമിട്ടതിൽ വലിയ സന്ദേശമുണ്ട്. നിങ്ങളെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമിട്ടത്. അങ്ങനെ അധികം ചിത്രങ്ങളൊന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിൽ പങ്കുവച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അത്രമേൽ ഇഷ്ടമാണ് അദ്ദേഹത്തെ. അങ്ങനെ സഞ്ചരിച്ച MK മുനീർ വെറുമൊരു മന്ത്രിയായിരുന്നില്ല. ഒരുപക്ഷെ ആഘോഷിക്കപ്പെടാതെ പോയത് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച പലരെക്കുറിച്ചും പല കരിനിഴലുകളും ഉണ്ടായിരുന്നു, പല മുതലാക്കലുകളും ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹം നടപ്പിലാക്കിയ പല നിയമങ്ങൾ, ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി, ട്രാൻസ്ജെൻഡറിനോട് സ്വീകരിച്ച നിലപാട്, അതൊന്നും അദ്ദേഹം പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിൻ്റെയോ നിലപാടാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടാവില്ല.
അത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു, അല്ലെങ്കിൽ CHൻ്റെ മകൻ്റെ നിലപാടായിരുന്നു. ഷീ ടാക്സി, ഷീ പാർക്കുകൾ, ജുവനൈൽ ജസ്റ്റിസിൻ്റെ പുതിയ തലങ്ങൾ, അങ്ങനെ മനോഹരമായ ഒട്ടേറെ കാര്യങ്ങൾ. ഇതെല്ലാം പോട്ടെ, ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ദേശീയപാതയുണ്ടല്ലോ, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ഹൈവേ എന്ന പേരിൽ MC റോഡിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എന്തെല്ലാം ആക്ഷേപിച്ചതായിരുന്നു MK മുനീറിനെ. ഇന്ന് വന്നതിൻ്റെ 4/1 തുകയ്ക്ക് എത്രയോ മനോഹരമായൊരു എക്സ്പ്രസ് ഹൈവേ അങ്ങ് MC റോഡിൻ്റെ പാതയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എന്താകുമായിരുന്നു. കാലം എത്രയോ കഴിഞ്ഞു, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞല്ലേ പിന്നീട് ഈ ദേശീയപാത ഈ പറഞ്ഞ കടലോരത്തിനോട് ചേർന്ന് വളരെ ജനനിബിഡമായ മേഖലയിൽ ഇത് സ്ഥാപിച്ചത്. അന്നത്തെ ആ തീരുമാനമെടുത്ത വിഷണറി ആയിരുന്നു MK മുനീർ. പക്ഷേ വാശിക്കാരനായിരുന്നില്ല, ബലത്തോടെ പിടിച്ചു വാങ്ങണമെന്ന ദുർവാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പുഴ കരയുന്നതും കിളി കരയുന്നതും കിളി പറക്കുന്നതും ഒക്കെ പറഞ്ഞാണ് അതിനെ തടസ്സപ്പെടുത്തിയത്. അങ്ങനെ അടക്കം റബ്ബറൈസ്ഡ് ബിറ്റുമിൻ ചേർത്തുള്ള റോഡിൻ്റെ ടാറിങ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അത് നടപ്പിലാക്കുന്നത്. അങ്ങനെയൊക്കെ നിന്നിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഈ ജപ്തിയായി എന്ന വിവരം ആരൊക്കെയോ ലീക്ക് ചെയ്ത് പുറത്തു വിടുന്നത് വരെ പോലും എത്തേണ്ട ഒരു കാര്യമുള്ളതല്ല എന്നതാണ് സത്യം. കാരണം KMCCയെ പോലെ നിറഞ്ഞ മനസ്സോടെ സഹായിക്കാൻ ഒത്തിരി ആളുകൾ നിൽക്കുന്ന ഒരു സംവിധാനമുള്ള അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് മുസ്ലിം ലീഗ്. അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പൊതുപ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും അവരുടെ രാഷ്ട്രീയത്തിലുണ്ട്. ഏതെങ്കിലും 1-2 KMCCയോട് പറഞ്ഞാൽ CHൻ്റെ താമസിച്ച വീട് ജപ്തിയാകുന്നു എന്ന് പറയുന്നത് അവർക്കൊരിക്കലും സഹിക്കാനാവുന്നതല്ല. പക്ഷെ മുനീർ അവരോട് ആരോടും അങ്ങനെ പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ നടത്തിയ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടിയുടെ ബാധ്യതയല്ല എന്നാണ്, ഇതെൻ്റെ ബാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആ ബാധ്യത കൂടി പാർട്ടിക്ക് ഏൽപ്പിക്കാൻ അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെന്നർത്ഥം. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ലീഗിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ മീഡിയ റെപ്രസെൻറ്റേറ്റീവുമൊക്കെയായ ഷാഫി ചാലിയത്തെ വിളിച്ചു. ഷാഫി ചാലിയം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും ഈ കോഴിക്കോട് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കാണ് ഇതിൻ്റെ ജപ്തി എന്നാണ് മനസ്സിലാവുന്നത്. ആ ബാങ്കിൻ്റെ സെക്രട്ടറി സുനിലും പ്രസിഡൻറ്റ് സഖാവ് നിർമ്മലുമൊക്കെയായി സംസാരിച്ചു. അവർക്കൊക്കെയും വേദനയുണ്ട് ഈ മനുഷ്യനിത് സംഭവിച്ചതിൽ. പക്ഷേ വേറൊരു നിർവാഹമില്ല. ആർബിട്രേഷന് പോയാൽ പിന്നെ അവരാണ് നടപടിയെടുക്കുക. ഇത് പുറത്താകാതിരിക്കാൻ, അങ്ങനെ CHനെയും മുനീറിനെയും അപമാനിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചാണ് പല ഘട്ടങ്ങളിലും ജപ്തി വന്നപ്പോൾ ഇത് മാറ്റിയും മറിച്ചും തിരിച്ചും ഒളിച്ചും ഒക്കെ നോക്കിയത്രേ. പക്ഷേ ഈ മാർച്ച് 31 മുമ്പ് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് അവരും പറയുന്നുണ്ട്. അതെ, ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യനങ്ങനെ നിൽക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മകൻ, ഒരുപാട് കാലം MLAയും മന്ത്രിയുമായിരുന്ന മകൻ. ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണ പലരെക്കുറിച്ചും പറയുമല്ലോ, വിദേശത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, UAEയിലുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, അവിടെയുണ്ട്, ഈ പേരിലുണ്ട് ബിനാമി, ആ പേരിലുണ്ട് ബിനാമി. ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചുമലിൽ ചവിട്ടി തോളിൽ കയറി കടന്നുപോയ ഒരുപാട് വായ്ത്താരിക്കാരുണ്ട്, ഒരുപാട് മുതലാക്കിയവരുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുന്നത് പ്രസക്തമല്ല. പക്ഷേ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ബാധ്യതകൾക്ക് മുമ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ മറക്കും CHനെ? എങ്ങനെ മറക്കാനാവും ആ മനുഷ്യൻ്റെ ഈ ബാധ്യതയെ? കഴിയില്ല, പോലും കഴിയില്ല. അതിന് വരും ദിവസങ്ങളിൽ ഉത്തരമുണ്ടാവും. എനിക്കുറപ്പുണ്ട് അതിന് ഉത്തരമുണ്ടാവുക തന്നെ വേണം. കാരണം തീർത്താലും തീരാത്ത തലമുറകളുടെ കടം ആ കുടുംബത്തിനോടും അദ്ദേഹത്തിൻ്റെ പിതാവിനോടുമുണ്ട്. ആ പാതയിൽ കടുത്ത അപമാനങ്ങളോ, അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ശാരീരികമായ സംഗതി പരിമിതികളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും തനിക്കും മത്സരിക്കാനാവും എന്നൊക്കെ സൂചിപ്പിച്ചപ്പോഴും ശരീരം ക്ഷീണിച്ചെങ്കിലും ഒട്ടും ക്ഷീണിക്കാത്ത തികഞ്ഞ ഒരു കരുത്തുള്ള തലച്ചോറുണ്ട്. ആരുടെ തലച്ചോറിൻ്റെ ബാക്കിയാണത്? CHൻ്റെ തലച്ചോറിൻ്റെ ബാക്കി. 56 വയസ്സിലാണ് CH കടന്നുപോയത്. അതിൻ്റെ ബാക്കിയായൊരു തലച്ചോറുണ്ട്. അത് ഈ വേദനകളിലെല്ലാം തെളിയുന്ന ചിരിയിലത് കാണാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അത് കണ്ടതാണ്. ഈ രോഗാവസ്ഥയിലും ആ ചിരിയിൽ കാണാം. പലരും വിചാരിച്ചു മുനീർ വലിയ പ്രതിസന്ധിയാവും ഇലക്ഷൻ ആവുമ്പോൾ ലീഗിനെന്ന്. ഒന്നും ഉണ്ടായില്ലല്ലോ, ഒന്നും ഉണ്ടായില്ല.
തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ കുഞ്ഞാപ്പ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതിന് ഒരു മടിയും മുനീറിനുണ്ടായിരുന്നില്ല. ഒരു ശബ്ദവും മുനീർ കേൾപ്പിച്ചുമില്ല. മതിയായില്ലെന്നെഴുതി പോസ്റ്റും ഇട്ടില്ല. കാരണം അയാൾക്കത് കഴിയില്ല. അയാൾ CHൻ്റെ മകനാണ്. CHൻ്റെ, കേരളം നെഞ്ചോട് ചേർത്ത CHൻ്റെ മകൻ, ലീഗിന് മറക്കാനാവാത്ത CHൻ്റെ മകൻ.